ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലേക്ക് കടക്കുകയാണെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ JM ഫൈനാൻഷ്യൽസ് ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നു. ഓഹരിക്ക് ഏകദേശം 22% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ഉള്ളത്. മീഡിയം ടേമിലേക്ക് പരിശോധിക്കുകയാണെങ്കിലും ലോങ് ടേമിലേക്ക് പരിശോധിക്കുകയാണെങ്കിലും വളരെ ശക്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഓഹരിക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. കമ്പനിയുടെ ഗ്രോത്ത് വിസിബിലിറ്റി വളരെ കൂടുതലാണ്. കൂടാതെ നോക്കുകയാണെങ്കിൽ ഓർഡർ ബുക്ക് വളരെ അധികം സ്ട്രെങ്ത് നിലവിൽ ഇപ്പോൾ കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റവന്യൂ വിസിബിലിറ്റിയും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിലനിൽക്കുന്നു. ഓർഡർ ഇൻഫ്ലോസ് പ്രധാനമായിട്ടും പരിശോധിക്കുകയാണെങ്കിൽ ഡിഫൻസ് ഇലക്ട്രോണിക്സ്, റഡാസ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇലക്ട്രോണിക് വാർഫെയർ സൊല്യൂഷൻസ് എന്നീ മേഖലകളിൽ വലിയ രീതിയിലുള്ള ഒരു ഓർഡേഴ്സ് കമ്പനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഡിഫൻസ് സ്പെൻഡിങ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ വർധനവിനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കൂടാതെ ഇന്ത്യയിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു സ്ട്രക്ചറലിയും ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ഡിഫൻസ് വസ്തുക്കളൊക്കെ തന്നെ തദ്ദേശീയമായിട്ട് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളൊക്കെ തന്നെ നടപ്പാക്കുന്നു. മേക്ക് ഇൻ ഇന്ത്യ വഴിയൊക്കെ ആയിരിക്കും ഇത് നടപ്പാക്കുക. അങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യയിലെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഡിഫൻസ് കമ്പനി എന്നുള്ള നിലയിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി നിലനിൽക്കുന്നു എന്നൊരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. മറ്റ് ഡിഫൻസ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം നിലവിലൊരു കീ സപ്ലയർ ആയിട്ട് കൂടി നിലവിൽ ഇപ്പോൾ BEL ആക്ട് ചെയ്യുന്നുണ്ട്. ഈ കാര്യം നിലവിൽ ഇപ്പോൾ BELന് വളരെ പോസിറ്റീവാണ്. നിലവിൽ ഈ ഒരു ഓഹരിയുടെ മാർജിൻ പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഒരു എക്സ്പാൻഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്.